ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിൻ്റെ ജീവശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് ഒരു ദിവസമാണ്, അഥവാ ബേസിക് സയൻസ് ഒരു ദിവസമാണ് എക്സാം എങ്കിലും 3 സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ജീവശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം 40 മിനിറ്റാണ്. സ്കോർ 20 ആയിരിക്കും. അഥവാ ബേസിക് സയൻസ് മൊത്തം 60-ലായിരിക്കും. ഓരോ സബ്ജക്റ്റ് വീതം 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ജീവശാസ്ത്രത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സ്കോർ വീതമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സൈനോബാക്ടീരിയ, അമീബ, ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അമീബയാണ്. കാരണം എന്താണ്? മറ്റുള്ളവ പ്രോകാരിയോട്ടാണ്. ഓക്കെ, മറ്റുള്ളവ ഒക്കെ പ്രോകാരിയോട്ട് ആയതുകൊണ്ടാണ് അമീബയെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തേത്, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗം ഏത്? ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്താലാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മൈറ്റോകോൺട്രിയോൺ, ഗോൾജി കോംപ്ലക്സ്, ഫേനം, ഹരിതകണം. ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഫേനമാണ്. ഓക്കെ, ഫേനമാണ് ടോണോപ്ലാസ്റ്റ് കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത്, പദബന്ധം കണ്ടെത്തി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതര കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, അതിനെ നമ്മൾ നാരുകല എന്ന് പറയുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം എന്നിവ സാധ്യമാക്കുന്നു. എന്താണത്? രക്തമാണ് പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധവും സാധ്യമാക്കുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് നിങ്ങൾ രക്തം എന്ന് എഴുതണം. നാലാമത്തേത്, തന്നിരിക്കുന്നവയിൽ കോളൻ കൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത ഏത്? കോളൻ കൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത. ഓപ്ഷൻ എ, ലഘുഘടനയുടെ കോശങ്ങൾ ചേർന്നത്. ഓപ്ഷൻ ബി, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. ഡി, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളുമായി രൂപപ്പെട്ടത്. ഇത് ഏതാണ് കോളൻ കൈമയെ തിരിച്ചറിയാനുള്ള സവിശേഷത എന്ന് പറയുന്നത്? ഇതിലെ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുള്ള തരം കോശങ്ങൾ ചേർന്നത്, അഥവാ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ 5ാമത്തെ ചോദ്യം നോക്കാം. ചിത്രം തിരിച്ചറിഞ്ഞ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ ചോദ്യം, തന്നിരിക്കുന്ന കോശാംഗം ഏത്? ഇത് ഏത് കോശാംഗമാണ് കൂട്ടുകാരെ? ഇത് റൈബോസോം ആണ്. റൈബോസോം. ഓക്കെ, അപ്പോൾ ഉത്തരം അവിടെ എഴുതേണ്ടത് റൈബോസോം എന്നാണ്. ബി, ഈ കോശാംഗത്തിന്റെ ധർമ്മം എന്ത്? എന്താണ് ഇതിന്റെ ധർമ്മം? നമ്മുടെ മാംസ്യ നിർമ്മാണമാണ് ഇതിന്റെ ധർമ്മം. മാംസ്യ നിർമ്മാണം. 6, മൈക്രോസ്കോപ്പിന്റെ കോൺകേവ് ദർപ്പണം ക്രമീകരിച്ച ശേഷമാണ് ഒരു കുട്ടിക്ക് വേരിന്റെ കുറുകെയുള്ള ഛേദം നിരീക്ഷിക്കാനായത്. എ, എന്ത് കാരണത്താലാവാം കുട്ടി കോൺകേവ് ദർപ്പണം ക്രമീകരിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? കൃത്രിമ പ്രകാശം പ്രതിഫലിക്കുന്നതിന് കോൺകേവ് ദർപ്പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് കുട്ടി കോൺകേവ് ദർപ്പണം ക്രമീകരിച്ചത്. എന്തുകൊണ്ടാണ് ഒന്നുകൂടെ പറയാം. കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് കോൺകേവ് ദർപ്പണം ആവശ്യമാണ്. ബി ചോദ്യം, ഏത് സാഹചര്യത്തിലാണ് സമതല ദർപ്പണം ക്രമീകരിക്കേണ്ടി വരുന്നത്? ഏത് സാഹചര്യത്തിലാണ് സമതല ദർപ്പണം ക്രമീകരിക്കേണ്ടി വരുന്നത്? ഏതാണ്? സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനാണ് സമതല ദർപ്പണം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് കോൺകേവ് ദർപ്പണവും സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് നമുക്ക് സമതല ദർപ്പണവുമാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. 7, ജന്തുകലയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ ചോദ്യം, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏത്? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കല ഏത്? ഏതാണ്? നാഡീകലയാണ്. നാഡീകല. ബി, ഈ കലയുടെ മറ്റൊരു ധർമ്മം കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും സഹായിക്കുന്നത് ഈ നാഡീകല തന്നെയാണ്. മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ. ഇനി 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജൈവകണങ്ങളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജൈവകണം എന്ന് തന്നിട്ടുണ്ട്. അതിലെ ഒരു വിഭാഗം ഹരിതകണം എന്ന് തന്നിട്ടുണ്ട്. മറ്റ് 2 വിഭാഗങ്ങൾ നമുക്ക് ആദ്യം എഴുതണം. അപ്പോൾ എ എന്നുള്ളിടത്ത് നമുക്ക് വർണ്ണകണം എന്നെഴുതാം. അതുപോലെ ബി എന്നുള്ളിടത്ത് നമുക്ക് ശ്വേതകണം എന്നെഴുതാം. അപ്പോൾ ജൈവകണങ്ങൾ 3 തരമാണ്: വർണ്ണകണം, ഹരിതകണം, അതുപോലെ തന്നെ ശ്വേതകണം. ഇനി ഈ
വർണ്ണഗണത്തിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തന്നിട്ടുണ്ട് സന്തോഫിലാണ് അല്ലേ, സന്തോഫിൽ തന്നിട്ടുണ്ട്. മറ്റേത് ഏതാണ്? കരോട്ടിൻ ആണ്. കരോട്ടിൻ അല്ലെങ്കിൽ കരോട്ടിനും അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ആന്തോസയാനിനുമാണ്. അപ്പോൾ അവിടെ സി എന്നുള്ളിടത്ത് കരോട്ടിൻ എഴുതുക, ഡി എന്നുള്ളിടത്ത് ആന്തോസയാനിൻ എഴുതുക. ഓക്കെ. ഇനി 9ാമത്തെ ചോദ്യം ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ വിത്ത് കോശങ്ങൾ എന്ന് തന്നിട്ടുണ്ട്, വിവിധതരം കോശങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം ഒന്ന് സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? അഥവാ വിത്ത് കോശങ്ങൾ വിവിധതരം കോശങ്ങളാവാനുള്ള പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്തായിരുന്നു? കോശവൈവിധ്യവൽക്കരണം എന്നുള്ളതാണ്. ഓക്കെ, കോശവൈവിധ്യവൽക്കരണം. ബി ചോദ്യം വിത്ത് കോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? വിത്ത് കോശ ഗവേഷണം കൊണ്ട് രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം മുതലായവയുടെ ചികിത്സയിലും കൃത്രിമാവയവങ്ങളുടെ നിർമ്മാണത്തിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇനി 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം എ കോളത്തിനനുസരിച്ച് ബി, സി കോളങ്ങൾ ക്രമപ്പെടുത്തി എഴുതാനാണ്. എ കോളത്തിലുള്ളത് സൈലം, ഫ്ലോയം, പാരൻകൈമ. ബി കോളത്തിലുള്ളത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത്, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി കാണപ്പെടുന്നു, കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത്. സി എന്ന് പറയുന്നത് ആഹാരം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു, ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ സൈലവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നതും സൈലമാണ്. ഇനി ഫ്ലോയം എന്ന് പറയുന്നത് കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. അതുപോലെ തന്നെ ആഹാരം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതും ഫ്ലോയം തന്നെയാണ്. ഇനി പാരൻകൈമയോ? പാരൻകൈമ എന്ന് പറയുന്നത് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഇനി 11 തന്നിരിക്കുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തന്നിട്ടുള്ള പ്രസ്താവന എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. മറ്റൊന്ന് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ചോദ്യം മുകളിൽ പ്രസ്താവിച്ച കണ്ടെത്തലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? കോശ സിദ്ധാന്തം എന്നുള്ളതാണ്. കോശ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഈ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് ആരെല്ലാമാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്? MJ ശ്ലീഡനും തിയോണ്ടർ ഷ്വാനും ആണ്. ഓക്കെ, MJ ശ്ലീഡനും തിയോണ്ടർ ഷ്വാനും ആണ്. ഇനി സി ചോദ്യം കോശങ്ങൾ നിർവഹിക്കുന്ന ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഒന്നും കൂടെ പറയാം. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകളെ നിർമ്മിക്കുന്നു. ഇത്രയുമാണ് 3 ധർമ്മങ്ങൾ. 2 ധർമ്മങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന കോശഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് സംഭവങ്ങൾ. മർമ്മം, ഹരിതകണം, സെൻട്രോസോം, കോശസ്തരം, ഗ്ലൈസോസോം, ഫേനം, കോശഭിത്തി, മൈറ്റോകോൺട്രിയോൺ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ചോദ്യം എന്താണ്? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ഹരിതകണം, ഫേനം, കോശഭിത്തി. ഇതൊക്കെയാണ് സസ്യഭാഗങ്ങൾ അല്ലെങ്കിൽ സസ്യകോശത്തിൽ കാണുന്നത്. ഒന്നും കൂടെ പറയാം. ഹരിതകണം, ഫേനം, കോശഭിത്തി. ബി ചോദ്യം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെൻട്രോസോം, ലൈസോസോം. ഇത് രണ്ടുമാണ്. സെൻട്രോസോമും ലൈസോസോമുമാണ് ജന്തുകോശത്തിൽ കാണപ്പെടുന്നത്. സി സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? മർമ്മം, കോശസ്തരം, മൈറ്റോകോൺട്രിയോൺ. ഏതൊക്കെയാണ്? മർമ്മം, കോശസ്തരം, മൈറ്റോകോൺട്രിയോൺ. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ചോദ്യം X എന്ന ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ എന്തൊക്കെയാണ്? താരതമ്യേന വലിയ മർമ്മം എന്ന് തന്നിട്ടുണ്ട്. കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണ്. കൂടുതൽ കോശദ്രവ്യം ഉള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ്? ഈ ചിത്രം എന്ന് പറയുന്നത് മെരിസ്റ്റമിക് കോശമാണ്. ഓക്കെ, മെരിസ്റ്റമിക് കോശമാണ്.
ഇനി പൂർണ്ണ വളർച്ചയെത്തിയ കോശമാകാൻ എക്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ മാറ്റം ഉണ്ടാവും? പ്രാഥമിക ഭിത്തിക്ക് കട്ടി കൂടുന്നു, ഫേനം പ്രത്യക്ഷപ്പെടുന്നു, മർമ്മ വലുപ്പവും കോശദ്രവ്യത്തിൻ്റെ അളവും കുറയുന്നു. ഒന്നുകൂടെ പറയാം. പ്രാഥമിക ഭിത്തിക്ക് കട്ടി കൂടും, അതുപോലെ തന്നെ ഫേനം പ്രത്യക്ഷപ്പെടും, മർമ്മ വലുപ്പവും കോശദ്രവ്യത്തിൻ്റെ അളവും കുറയുന്നു. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.